നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വരണം വരണം പ്രഭു. ഓ, വെറും പ്രഭു അല്ലല്ലോ, ലക്ഷപ്രഭു. ഒറ്റ ദിവസം കൊണ്ട് 10 ലക്ഷം രൂപയുടെ അധിപൻ. നോ ടാക്സ്, നോ GST. ഈ സാറിന്റെ ഒരു കാര്യം. എന്നാലും ശരത്തെ, ഈ തോളിലിരുന്ന് ചെവി തിന്നാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴേ നേരി കാണുന്നു. ഓരോരോ അവസ്ഥകളല്ലേ സാറേ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. ആ അവസ്ഥയെ മണ്ണാകട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. കിട്ടിയ കാശം ചെയ്തു. അതൊക്കെ അപ്പോഴേ ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇറക്കി. കിടക്കട്ടെ അവിടെ, കിട്ടിയാലൂട്ടി ഇല്ലേ പോട്ടെന്ന്. വല്ലവന്റെ അധ്വാനമല്ലേ, അല്ലാതെ വിയർത്തുണ്ടാക്കിയ കാശൊന്നും അല്ലല്ലോ. വിശാൽ സാർ അങ്ങനെ പറയരുത്. എന്റെ ബുദ്ധി കൊണ്ടാ ഞാൻ കളിക്കുന്നത്. അതാ എന്റെ ഇൻവെസ്റ്റ്മെന്റ്. കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താല് ഇൻട്രസ്റ്റ് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. ഇടയ്ക്കൊന്ന് അടിയുന്ന കല്ലും കട്ടയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. നിന്റെ ഈ തലയും അതിനുള്ളിൽ തട്ടുതരികയുടെ ബുദ്ധിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഇമാതിരി കോഴ്സുമായിട്ട് എന്റെ മുന്നിൽ വന്നാ അറിയാലോ നിനക്കെന്നെ. നിന്റെ ഈ എയർ ബാഗ് ഞാനങ്ങ് പൊട്ടിക്കും. ടിഷ്യൂ. പിന്നെ ഈ തല കൊണ്ട് എന്താ കാര്യം? അയ്യോ സാറേ, സാറിന്റെ ബോസ് അല്ലേ. സാറിന് മുന്നിൽ ഞാനൊക്കെ വെറും നേഴ്സറി കുട്ടികളല്ലേ. അങ്ങനെ നിന്നാ നിനക്ക് കൊള്ളാം. എന്നാ നീ വിട്ടോ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നിനക്കുള്ള ടാസ്ക് ഞാൻ അറിയിക്കാം. ഓ ശരി. വക്കീലെത്തിയില്ലേ? എത്തി, വരുന്നുണ്ട്. വക്കീൽ ഈയിടെയായിട്ട് എപ്പോഴും ലേറ്റാണല്ലോ. സമയത്തിന്റെ വില കൃത്യമായിട്ട് അറിയുന്നവരല്ലേ നിങ്ങള്? അതെ സാർ, വരുന്ന വഴിക്ക് ഒരു ക്ലയന്റിനെ കണ്ടു, അതാ. വീശുവലയുമായി ഒരുപാട് പരലുകൾക്ക് പിന്നാലെ പോകണോ അതോ ഒറ്റക്കൊമ്പന് വേണ്ടി നിൽക്കണോന്ന് വക്കീല് തീരുമാനിക്കുക. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല സാർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരു തരത്തിലും പിടിതരാതെ വഴുതി പോവുക അക്ഷര. അവളെ ഇങ്ങനെ വിട്ടാ നമ്മുടെ പ്ലാനിംഗ് ഒന്നും നടക്കില്ല. അവളെ ലോക്ക് ചെയ്യണം 4 വശത്തുനിന്നും. അതിനുള്ള വഴിയാണ് എനിക്കറിയേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ലീഗലി അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒരു റൂമർ ഉണ്ടാക്കി കേസ് ഫയൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. വെറുതെയുള്ള കളികളുടെ സമയം കഴിഞ്ഞു വെക്കില്ലേ. ഇത് നോക്കൌട്ട് റൗണ്ടാ. ജയിക്കുന്നവർ നിലനിൽക്കും, തോക്കുന്നവർക്ക് മടങ്ങാം എന്നേക്കുമായി. അക്ഷരയ്ക്കെതിരെ പ്രയോഗിക്കാൻ വിശാൽ സാറിന്റെ ഒരു മനുഷ്യ ബോംബില്ലേ, ഒരു കുട്ടി ബോംബ്, അത് പൊട്ടിച്ചാലോ? അതിനുള്ള സമയം ആയിട്ടില്ല മരിയ. ആവനാഴിയിൽ അമ്പുകൾ എല്ലാം കഴിഞ്ഞിട്ടാ വജ്രായുധം പ്രയോഗിക്കേണ്ടത്. അതോടെ എല്ലാം തീരും. തീർത്ത് കെട്ടും ഞാൻ. ബോംബ് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാ. ഒന്ന് സമാധാനപ്പെടുക വക്കീലെ. കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് ഞാൻ തന്നെ വക്കീലിനെ അറിയിച്ചിരിക്കും. പോരെ? എനിക്ക് കളിക്കാനുള്ള പിച്ചിന്റെ അവസാനം എനിക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. കളം ഒരുക്കേണ്ട ആള് ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്. അതുവരെയുള്ളൂ ഈ മോസ് ആൻഡ് ക്യാറ്റ് ഗെയിം. ഫോൺ റിങ് ചെയ്യുന്ന കേട്ടില്ലേ? എടുക്ക്. ഇതത്ര അത്യാവശ്യമുള്ള കോളൊന്നും അല്ല. അത് കോൾ എടുത്താലല്ലേ അറിയൂ. എടുത്ത് നോക്ക്. ഹലോ. ഹായ് ബേബി, ഉറങ്ങിയോ? ഇത് ചോദിക്കാനാണോ ഇപ്പൊ വിളിച്ചത്? ഏയ് അല്ല,
ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാ. പറയ്. അല്ല, എവിടെ നമ്മുടെ മോള് ശ്രുതിക്കുട്ടി? ഉറങ്ങി. ആ, സുഖമായിട്ട് ഉറങ്ങട്ടെ. ആസ് എ മദർ, നാളെക്കുറിച്ച് ആശങ്കയില്ലാത്തൊരു ഫ്യൂച്ചർ അവക്കുണ്ടാവണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? What do you mean? നമ്മുടെ മോള് സമൂഹത്തിനു മുമ്പിലും കോടതിയുടെ മുമ്പിലും ഒരു പ്രദർശന വസ്തു ആക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ. ഞാനിന്ന് എന്റെ അഡ്വക്കേറ്റുമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്തു. വേണ്ട ലീഗൽ ഒപ്പീനിയനൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. For what? ശ്രുതി മോൾ എന്റെ കുഞ്ഞാണെന്ന് ലോകത്തിനു മുമ്പിൽ തെളിയിക്കണമല്ലോ. അതിനുവേണ്ടിയുള്ള DNA ടെസ്റ്റ്. കോടതിയിൽ കൊടുക്കാനുള്ള പെറ്റീഷൻ തയ്യാറാക്കാൻ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. No, ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം വേണ്ട ബേബി. ഒരച്ഛന്റെ അവകാശം അത്. നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരാം, ഒരു ഫൈനൽ ചാൻസ്. അത് നീ അംഗീകരിച്ചാൽ രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ തുടരും. അതല്ലെങ്കിൽ അറിയാലോ, നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല. എന്താ നിന്റെ ഡിമാൻഡ്? ആ, അത് ഞാൻ പറയാം. ഇപ്പോഴല്ല, നേരിൽ. അതുവരെ നിനക്ക് സമയമുണ്ട് ചിന്തിക്കാൻ. തിങ്ക് വൈസ്ലി ആൻഡ് ചൂസ് എ വൈസ് ഡിസിഷൻ. ഗുഡ് നൈറ്റ്. ആരായിരുന്നു? എന്റെ ഒരു പഴയ ഫ്രണ്ടാ. ആ, സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ, എന്നെ മനസ്സിലായോ? എനിക്കറിയാം, നിങ്ങളുടെ ജീവനല്ലേ എന്റെ ജീവിതം. പക്ഷേ അതിടയ്ക്ക് നീ മറന്നു പോകുന്നു. ഇല്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്ത് ചെയ്താലും നിങ്ങളോടുള്ള കടമയും കടപ്പാടും തീരില്ല. എന്നിട്ടാണോ എന്റെ ഹൃദയം കൊണ്ട് നീ മറ്റൊരാളെ സ്നേഹിക്കാൻ പോകുന്നത്? അത് ഞാൻ ഇല്ല. ഈ ഹൃദയത്തിന് മറ്റൊരവകാശമുണ്ട്.